ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് തിരക്കുണ്ട്. നമുക്ക് കോഴിക്കോട് വില്ലയുടെ അവിടെ പണിയുടെ സ്ഥലത്തേക്ക് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ട്. അപ്പം കുട്ടികളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ദോശയാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തിക്കുള്ള സവാളയാണ് കട്ട് ചെയ്യണത്. ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവാള വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ പൊടി വെച്ചിട്ട്, അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശമാവാണ് കേട്ടോ. നല്ലോണം ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ അപ്പസോഡയോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചോറും അരിയും ഉഴുന്നും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ദോശയായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ വേഗത്തിൽ പണിയും തീരും. അപ്പം 3 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആരൊക്കെയോ ചോദിക്കലുണ്ട്, എന്തിനാ 3 ചട്ടി വെച്ചിട്ട് ചുടുന്നത് എന്നൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാവരും, നമ്മളത് തറവാടല്ലേ, അപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് ഈ 3 ചട്ടി നല്ല ഉപകാരമായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ ശീലിച്ചപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ എടുക്കും. ഈ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. സവാളയും തക്കാളിയും വഴറ്റിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദോശ ഇതിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി തൽക്കാലത്തേക്ക് ദോശ ചുട്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുട്ടികൾ കഴിച്ചതിന് ശേഷം അവർ സ്കൂൾക്കൊക്കെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൂടാന്ന് വിചാരിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്നിയും കൂടെ ഉണ്ടാക്കാണ്ട്, തേങ്ങാ ചട്നി. അപ്പോൾ അതിനുള്ളതും കൂടെ അരച്ചെടുക്കട്ടെ. അങ്ങനെ ഇതാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി മക്കൾക്ക് വേഗത്തിൽ കൊടുക്കട്ടെ. അപ്പോൾ അവർക്കുള്ള ടിഫിനും ഇതന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക, ദോശ. അങ്ങനെ കുട്ടികളെ പറഞ്ഞയക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അസ്കർക്കാക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു മീറ്റിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും കൂടെ പോകുന്നുണ്ട്. നമുക്ക് വില്ലൻ്റെ അവിടെയൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട്, കോഴിക്കോട് തന്നെയാണല്ലോ. അപ്പം അതാണ് ഞാനും തിരക്കിട്ടിട്ട് വേഗത്തിൽ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങണം. മീൻ തലേദിവസം മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറും വഴുതനങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഉപ്പേരിക്കുള്ള പയറും വഴുതനങ്ങ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. പിന്നെ കുറച്ച് രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഉപ്പേരിക്കുള്ളത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ പാത്രം കഴുകണതിൻ്റെ ഇടയിൽ രസത്തിനുള്ള കാര്യങ്ങളും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഉപ്പേരി ഒന്ന് താളിച്ചെടുക്കുകയാണ്. അങ്ങനെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് അസ്കർക്ക് അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നല്ല ഹറിബറി ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ അസ്കർക്കാക്ക് ഇന്ന് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ധൃതി പിടിച്ചിറങ്ങാൻ കാരണം. അപ്പോൾ മീറ്റിങ്ങിന് എത്തും വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങൾക്ക് പോവാണ്ട്. നമുക്ക് വീട്ടിലത്തെ ഗ്ലാസ് കുറച്ച് സ്ഥലത്ത് വെക്കാണ്ടായിന്. അപ്പോൾ അതെടുത്ത ഷോപ്പിലൊന്ന് പോകാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങുക. പക്ഷെ ഒന്നും മുഴുവനാവലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വിശേഷങ്ങളാണ് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കും. അതുപോലെ കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളാവൂല, അങ്ങനെയൊക്കെ ഓരോ കാര്യമായിട്ട് അങ്ങനെ പോണതാണ്. അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ. ഇനി കാണാൻ ആഗ്രഹമില്ലാത്തവര് കാണുകയും വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് കോഴിക്കോട് പോവാം. ചിലർക്ക് ഞാൻ പരസ്യം ഇടാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യണത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാന് എന്താ വിചാരിക്കല് പരസ്യമിടാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ളതല്ല, അപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യാലോ എന്നുള്ളത് ഞാൻ വിചാരിക്കല്. ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ എടുക്കലുണ്ട് നമ്മളെ വീഡിയോസിൽ. പിന്നെ നിങ്ങൾ കാണുന്ന നിങ്ങൾക്കും മനസ്സിലാവും പ്രൊമോഷനാണ് എന്ന്. അല്ലാത്തവർക്കും പിന്നെ ചിലർക്ക് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. പക്ഷെ ആ പ്രൊഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊമോഷൻ വർക്കായിട്ട് തന്നെയാണ് ചെയ്യല്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ എടുക്കല്. അപ്പോൾ പിന്നെ അത് കാണിക്കണോണ്ട് പ്രശ്നമില്ലല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യാത്ത നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ എടുക്കലില്ല. അങ്ങനെയാണെങ്കിൽ കുറേ പ്രൊഡക്ട്സ് നമുക്ക് ഡെയിലി നമുക്ക് മെയിലും കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരലുണ്ട്. പക്ഷെ നമ്മൾക്കും കൂടെ ആവശ്യമുള്ളത്, അപ്പൊ എനിക്ക് ആവശ്യമുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നാവുമല്ലോ. ഐ മീൻ അത് നമുക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വലിച്ചു നീട്ടണില്ല. അപ്പം ഞാൻ ആ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതാ വിചാരിക്കല്, അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമല്ലോ. നമുക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പരസ്യമിടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാന്നുള്ളതല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്നത്തേത് ഒരു പിന്നെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ നമ്മളുടെ വില്ലന്റെ വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും പറ്റുന്നവരെ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം എത്തിയ ഉടനെ തന്നെ അസ്കർക്ക് മീറ്റിങ്ങിന് കയറി. ഞാൻ അവിടെ അടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ചായയും പഴംപൊരിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ അവിടെ കാറിൽ തന്നെ മീറ്റിംഗ് നടക്കണം അവിടെ അടുത്ത് തന്നെ കാറിൽ പോയിരുന്നു. അങ്ങനെ അസ്കർക്ക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഷോപ്പിൽ പോവുകയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തന്നെയാണ്, കിൻഫ്രയിലാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഷോപ്പ് വരുന്നത്, ഫുട്ടോറിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ ഈ ഒരു ഫുട്ടോറിയ എന്ന് പറഞ്ഞിട്ടുള്ളത് വരുന്നത്.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും UPVC അലുമിനിയം ഡോർസിൻ്റെയും അങ്ങനെയുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളും അങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു ഫുട്ടോറിയയിൽ എത്തുന്നത് അസ്കർ ഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സ്ഥലത്ത് അവരുടെ വീട് പോയി കഴിഞ്ഞാൽ ഫുൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പം അവരാണ് ഇങ്ങനെ നമുക്കിത് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ഫുട്ടോറിയ കേട്ടോ. നമ്മൾ ഗ്ലാസിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ, കാരണം നമുക്ക് സേഫ്റ്റി മുഖ്യമാണല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടെ എല്ലാവിധ UPVC അലുമിനിയം ഗ്ലാസ് ഡോർസും വിൻഡോസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് അവരുടെ ഫാക്ടറി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വിൻഡോയിലൂടെ കാണിച്ചു തരികയാണ്. ഇതാണ് കേട്ടോ ഫാക്ടറി. അപ്പോൾ അവിടെ കുറേ സ്റ്റുഡൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ ഫാക്ടറി വിസിറ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അപ്പോൾ അതാണ് ഫുട്ടോറിയ. അപ്പോൾ ഫുട്ടോറിയൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ വില്ലയിലേക്ക് പോയിട്ടോ. ഇതാണ് നമ്മളുടെ വില്ല. ഇപ്പോൾ നമ്മളുടെ ഉള്ളിലൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ചില വില്ലയിലുള്ളവരൊക്കെ അവിടെ താമസമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടെ പെയിൻറ്റ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഫുട്ടോറിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ഗ്ലാസ് ആണ് വെച്ചിട്ടുള്ളത്. ഇനിയും ഒരു സ്ഥലത്തും കൂടെ നോക്കാണ്ടായിരുന്നു, അതിനായിരുന്നു ഇപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അന്ന് എനിക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, പിന്നെ ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ ഇതും കൂടെ കാണിക്കാമെന്ന്. അന്ന് പോയപ്പോൾ ഷെസിനും ഷെയ്സും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ. ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇനിയൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് ഉഷാറാക്കണം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഡിസംബർ വെക്കേഷൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അവിടെ ഓരോ വില്ലകളിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് ചെടിയൊക്കെ വെക്കാനുണ്ട്. അപ്പം അതൊന്ന് ഇപ്പം ഫുള്ള് ചെടിയും കാര്യങ്ങളൊന്നും വെക്കണില്ല. കുറച്ച് പോർഷനിൽ നമുക്ക് വെച്ചിട്ട് അതൊന്ന് വളർന്നു വരാനുണ്ട്. അപ്പം അതൊന്ന് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് ബാക്കിയുള്ള ചെടികളൊക്കെ നമുക്ക് പണിയൊക്കെ തീർന്നിട്ടും വെച്ചാൽ മതി. ഇത് നമുക്ക് ഒന്ന് പടർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്ലൈംബിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ പ്ലാന്റ് വാങ്ങിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കണം. ഗാർഡനറെ വിളിച്ചിട്ട് വെക്കാൻ മാത്രം ഒന്നും ഉള്ളതൊന്നും ഇപ്പൊ വാങ്ങിക്കണില്ല. അപ്പം ഇത് ജസ്റ്റ് ഞാൻ തന്നെ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ വേറെയും ചെടികളൊക്കെ ആവശ്യമുള്ളത് ലാസ്റ്റില് വാങ്ങിക്കാം. ചെടി വാങ്ങിയതിന് ശേഷം നമുക്ക് കിച്ചന്റെ അതുപോലെ വാഷ് ബേസിന്റെ അവിടെ ടൈൽസ് നോക്കണം. അതിനുശേഷം ഫർണിച്ചർ, നമ്മുടെ ഇന്റീരിയറിൽ വരാത്ത ഫർണിച്ചറുകളുണ്ട്, അപ്പോൾ ചെടി നോക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഫർണിച്ചറിന്റെ എക്സ്ട്രാ ഫർണിച്ചേഴ്സ് കുറച്ച് നോക്കാണ്ടായിരുന്നു, ഇന്റീരിയറിൽ വരാത്തത്. പിന്നെ കിച്ചണിലെ വാൾ ടൈല്, അത് ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ്
വെക്കുക. അപ്പം അപ്പോഴേക്ക് കുറച്ച് ടൈൽസ് നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വാഷ് ബേസിന്റെ അവിടെ വെക്കാനുള്ള ടൈലും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ഒരു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണം വിചാരിച്ചിട്ട് വരും. പിന്നെ ഒന്നിനും സമയം തികയാതെ അങ്ങനെ വീട്ടിൽ തന്നെ പോകും. പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നോക്കാൻ വിചാരിക്കും. അപ്പം ഇന്നും അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഇനി നടക്കണതൊക്കെ നടക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോയപ്പോൾ കുറച്ച് ചെടികൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെടികളൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാറ്റ്സ് ക്ലോ വന്നുകിടാ ആണോ? ആണോ? ഉണ്ടോ? നമുക്ക് ഒരു ചെടിയും കൂടെ കിട്ടാനുണ്ട് കേട്ടോ. ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് എന്തെങ്കിലും കിട്ടാനുണ്ട്. അപ്പൊ അതൊന്ന് വേറൊരു ഷോപ്പിലും കൂടെ പോയി നോക്കട്ടെ. അതിൽ 2 പൂവുണ്ട്. ഇതാ നമ്മളുടെ കാറ്റ്സ് ക്ലോ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങനെ ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, വില്ലൻ്റെ അവിടെ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. 3 മണി 3:30 ആയിട്ടുണ്ട്. നല്ല വിശക്കണമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഏതെങ്കിലും മാളിൽ കയറിയിട്ട് കഴിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഗോകുലം മാളിൽ കയറിയിട്ടാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കഞ്ഞിപ്പന്തലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. നല്ല സുഖമാണ്, വയറിനും നല്ല സുഖമാണ്. നമുക്ക് എന്തായാലും ഒരു ക്ഷീണത്തിനൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പം ഇന്ന് ഭയങ്കര ചൂടായപ്പോൾ ഈ ഒരു മാളിൽ കയറിയതാണ്. എവിടെ വാ ആക്കാം. അവിടെ മാളിൽ ചെന്നപ്പോൾ ഒരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ടപ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അത് ഷൂട്ട് ചെയ്ത് നമ്മൾ പിന്നെ വേഗം വില്ലയിലേക്ക് തന്നെ വന്നു കേട്ടോ. അതായത് ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് മണ്ണിൽ വെക്കുകയാണ്. അതിലപ്പോ ഇതിന്റെ മണ്ണല്ലേ ഇത്? അയിമത്തെ അല്ലേ ഇതാക്കല്ലേ? കുറച്ചുകൂടി മണ്ണ
അങ്ങനെ അതൊക്കെ കുഴിച്ചിട്ട് നനച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ടയർഡായിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. ഇതിപ്പോൾ ഇന്ന് വന്ന വീഡിയോൻ്റെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ അന്ന് കുഴിച്ചിട്ടതൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിത്തെ രണ്ടത്തെ ഏതായാലും കുഴപ്പമില്ല. പിന്നെ അവിടെ ഓരോ കളർ ഷെയ്ഡുകൾ, പെയിൻറ്റിങ്ങിൻ്റെ ഓരോ കളേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായി പറഞ്ഞാല് സ്ഥലം മനസ്സിലായി. ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ. കറുത്ത ഇതുമാണ് അല്ലേ, കറുത്ത മണ്ണുമാണ് വളവും. ഇത് നല്ല തന്നെ ഇനു കേട്ടോ, നമുക്ക് ഇവിടുന്ന് കിട്ടിയതും. നമുക്ക് ഫർണിച്ചർ നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വില്ലിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കടകളിൽ അങ്ങനെ കയറി നോക്കുന്നുണ്ട് കേട്ടോ, ഏതാണ് എന്താണെന്നൊക്കെ ഒന്ന് നമുക്കറിയണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിലൊക്കെ കയറി അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അന്ന് പിന്നെ ടൈല് നോക്കുന്ന കാര്യം ഒന്നും നടന്നിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെയും പോണ വഴിയിൽ വേറെയും ഫർണിച്ചർ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഓരോ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ഇനി മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.